ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്ന് നമ്മൾ മറൈൻ ഡ്രൈവിലാണുള്ളത്. അപ്പോൾ വളരെ അപ്രതീക്ഷിതമായിട്ട് ഈ വഴി കടന്നു പോയപ്പോൾ ഇവിടെ ഒരു പരിപാടി നടക്കുന്നുണ്ട്. വേറൊന്നുമല്ല, കേരള ഗവൺമെൻറ്റിൻ്റെ 4ാം വാർഷികത്തോടനുബന്ധിച്ചുള്ള പരിപാടിയാണ്. അപ്പോൾ വികസന കുതിപ്പിൻ്റെ 9 വർഷങ്ങൾ എന്ന ഒരു തലക്കെട്ടോടു കൂടി മറൈൻ ഡ്രൈവിൽ നടക്കുന്ന ഒരു പരിപാടി. ഗൈസ്, എനിക്ക് തോന്നണത് ഇതിൻ്റെ ഉള്ളിൽ കേരള ഗവൺമെൻറ്റിനെ പൊക്കിപ്പറയണ കുറേ പരിപാടികൾ മാത്രമേ ഉള്ളൂ എന്നാണ് തോന്നുന്നത്. എന്തായാലും നമുക്കൊന്ന് കയറിയിട്ട് നോക്കാം. കുറേ കാശ് മുടക്കി നല്ല രീതിയിൽ ചെയ്ത് വെച്ചിട്ടുണ്ടെന്നാണ് നമുക്ക് തോന്നണത്. എൻ്റെ കേരളം എന്നൊക്കെ എഴുതിയിട്ട് എന്തായാലും നല്ലൊരു ആംബിയൻസ് ഉണ്ട്. ഇവിടെ എന്തോ പരിപാടിയൊക്കെ നടക്കുന്നുണ്ട്, ഗാനമേള അങ്ങനെ എന്തൊക്കെയോ പരിപാടികളുണ്ട്. അകത്തേക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് ഓരോ ഡിസ്പ്ലേകൾ വെച്ചിട്ടുണ്ട്. വികസനത്തിൻ്റെ ഓരോ ഡിസ്പ്ലേകൾ, കേരള ടൂറിസം, വിഴിഞ്ഞം, ഹരിത കേരളം, വാട്ടർ മെട്രോ, ഇതെല്ലാം നമുക്കിവിടെ കാണാൻ പറ്റും. കുറേ ഡിസ്പ്ലേകൾ വെച്ചിട്ടുണ്ട്. അതായത് ഈ ഗവൺമെൻറ്റിൻ്റെ പ്രധാനപ്പെട്ട വികസന നേട്ടങ്ങൾ അതാണ് ഈ കൊടുത്തിരിക്കുന്നത്. നമുക്ക് വായിച്ചാൽ മനസ്സിലാവും. അതുപോലെ കുറേ ഫോട്ടോകളും പരിപാടി കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നാഷണൽ ഹൈവേയുടെയൊക്കെ ഒരു ഡ്രോൺ വീഡിയോ അവിടെ ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട്. ഇവിടെ 5 ലക്ഷം പട്ടയങ്ങൾ വിതരണം ചെയ്തതൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ വലിയ മുന്നേറ്റങ്ങളാണ് ഈ ഗവൺമെൻറ്റിൻ്റെ. അതുപോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതർക്കുള്ള ടൗൺഷിപ്പ്. വളരെ വേഗത്തിലാണ് അതിൻ്റെയൊക്കെ പണി പുരോഗമിക്കുന്നത്. അതൊക്കെ നല്ലൊരു കാര്യങ്ങൾ തന്നെയാണ്. ഇവിടെ ഫോട്ടോ എടുക്കാനുള്ളൊരു സ്പോട്ടൊക്കെ ഉണ്ട്. തീം ബേസിലെ ഒരു കളിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് ഈ ബലൂണൊക്കെ നമ്മൾ പൊട്ടിക്കണം, അതാണ് കളി. ഇത് നമ്മൾ ലഹരികളോടുള്ള ഒരു ലഹരി വിമുക്തമായ കേരളത്തിനെ സൂചിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ഗെയിമാണ്. അതായത് ഇപ്പോൾ കഞ്ചാവ് അടിക്കുന്ന പോലെ സിറിഞ്ച്, സിഗരറ്റ്, കള്ളുകുപ്പി, അത് വരുന്ന ബലൂണിൽ നമ്മൾ പൊട്ടിച്ചിടണം. അപ്പോൾ ഹൈ സ്കോർ നമ്മൾ ഇതിനകത്ത് കാണിക്കും. അതാണ് ഈ സംഭവം. കൊള്ളാല്ലേ? ഇത് എറണാകുളം ജില്ലയിൽ വെച്ച് നടക്കുന്ന പരിപാടി ആയതുകൊണ്ട് എറണാകുളം ജില്ലയിൽ കിഫ്ബി ഉപയോഗിച്ച് നടത്തിയ പദ്ധതികൾ കുറച്ചധികം ഫോക്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ഏരിയയിൽ അതാണ് കാണാനായിട്ട് പറ്റുന്നത്. കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് നടത്തിയ വികസനങ്ങൾ. കേരള ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ പ്രത്യേക ഏരിയകളുണ്ട്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നതാണ് PWD ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ ഈ ഒരു ഏരിയയിൽ നമുക്ക് പാലങ്ങളും റോഡുകളും ഒക്കെയാണ് ഇവരിവിടെ ഡിസ്പ്ലേ ചെയ്ത് വെച്ചേക്കുന്നത്. ഇവരുടെ മോഡൽസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഈ കാണുന്ന കാലടി ബ്രിഡ്ജാണ്. കാലടി ബ്രിഡ്ജിൻ്റെ ഒരു മോഡല്. പിന്നെ മറ്റൊരു മോഡൽ നമുക്കിവിടെ കാണാൻ കഴിയുന്നത് വൈപ്പിനിലെ വില്ലേജ് റോഡാണ്. നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് കോസ്റ്റൽ ഏരിയ ഹെഡ് ക്വാർട്ടേഴ്സിൻ്റെ കൺട്രോൾ റൂം, വില്ലിംഗ്ടൺ ഐലൻഡിലുള്ള കോസ്റ്റൽ ഏരിയ ഹെഡ് ക്വാർട്ടേഴ്സാണ്. അതൊക്കെ ഈ ഗവൺമെൻറ്റിൻ്റെ കീഴിലാണ് വന്നതെന്നൊക്കെ നമ്മൾ ഇവിടെ വന്നിട്ടാണ് അറിയണത്. ബുള്ളറ്റ് ലോഡ് ചെയ്തിട്ടുണ്ട്.
അഭിലാഷമായിക്കോട്ടെ അഭിലാഷമായിട്ട് ചേട്ടൻ വിലങ്ങണിക്കുന്നു വളരെ സന്തോഷമായിട്ടാണ് ആ പ്രചാരം വളരെ ഹാപ്പിയാണ് പോസ് ചെയ്ത് വളരെ ഭംഗിയായിട്ടാണ് ഞങ്ങളുടെ സൈറ്റിലേക്കാണ് മാറ്റിക് ഒന്നല്ല ഉപയോഗിക്കുന്നുണ്ട്. ടയർ വികസനം അന്നെ മൈനിങ്ങിന്റെ തിയോളജി ശരിക്കും ഗവൺമെന്റ് ഓഫീസ് പോലെയായി. ആരുമില്ല, സ്റ്റാളിൽ പോലും ആരുമില്ല. സയൻസ് ആൻഡ് ടെക്നോളജി ഡിപ്പാർട്ട്മെന്റ് വകുപ്പാണ്, ആളില്ല. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റിലേക്ക് വന്നു. KSEB, ജനങ്ങളെ ഊറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ്. നിലവിലെ കേരളത്തിലെ ഉൽപ്പാദനശേഷി 2250 മെഗാവാട്ടാണ്. അതിവിടെ വന്നപ്പോഴാണ് അറിയണം അതിൻ്റെ ഒരു കണക്ക്. പുതിയ ജലവൈദ്യുത പദ്ധതികളൊക്കെ ഉണ്ട്. കൊള്ളാം. ഇലക്ട്രിക് വണ്ടികൾക്ക് വേണ്ടിയുള്ള KSEBയുടെ സ്റ്റേഷനുകളാണ്, ചാർജിങ് സ്റ്റേഷനുകൾ. ഗൈസൂടെ ഇടുക്കി ഡാം കണ്ടോണ്ടിരിക്കണം അവരുണ്ട്. ഇവനെ ഇടുക്കി ഡാമിൻ്റെ ഉള്ളിൽ ഇറങ്ങി നീന്തിക്കൊണ്ടിരിക്കണം എനിക്ക് തോന്നാം. വേറെ ഒരുത്തരം ഇടുക്കി ഡാമിൽ കാണാൻ ഇറങ്ങിയിട്ടുണ്ട്. കേരള മോട്ടോർ വെഹിക്കിൾ കാർഷിക വികസനം. കേൾക്കോ അങ്ങനെ സൈസിന് കിട്ടിയതാണ്. വാഴക്കുളം എറണാകുളം ജില്ലയിലാണ്. എറണാകുളം ജില്ലയിലെ മെയിൻ ഐറ്റമാണിത് പൈനാപ്പിൾ. മൂവാറ്റുപുഴ, വാഴക്കുളം, പെരുമ്പാവൂർ ഭാഗത്തേക്കൊക്കെ പോയി കഴിഞ്ഞാൽ പൈനാപ്പിളിൻ്റെ ഏരിയയാണ്. പൈനാപ്പിൾ ഭയങ്കര വ്യവസായമായിട്ടുള്ളൊരു ഇതാണ്. പൈനാപ്പിളേ മെയിൻ വ്യവസായമായിട്ടുള്ളൊരു ഏരിയയാണ് എറണാകുളം.
ഗൈസ്, ഇത് ചെല്ലാനം തീരദേശത്ത് ടെട്രാപോഡ് സ്ഥാപിച്ചിരിക്കുന്ന പ്രൊജക്റ്റാണ് കേരള ഗവൺമെൻറ്റിൻ്റെ. അതിനോട് അടുത്തായിട്ട് ലിഫ്റ്റ് ഇറിഗേഷൻ സ്കീം കൊടുത്തിട്ടുണ്ട് കേരള ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ. അങ്ങനെ പലതരം മോഡലുകൾ, സ്റ്റിൽ മോഡലുകൾ നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. ഒരു UHI ഒരു ആരോഗ്യ കേരളത്തിൻ്റെ ഒരു കൗണ്ടർ ഇവിടെ ഉണ്ട്. അപ്പോൾ അതിനകത്ത് UHID കാർഡ് കൗണ്ടർ ഉണ്ട്. നമുക്ക് തിരിച്ചറിയൽ കാർഡ് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ അപ്പോയിൻമെൻറ്റ് എടുക്കാനുള്ള ഒരു കാർഡ് നമുക്ക് ഇവിടെ ഫ്രീ ആയിട്ട് കിട്ടും പെട്ടെന്ന് തന്നെ. അപ്പോൾ എനിക്കും കിട്ടിയിട്ടുള്ളത് ആധാർ നമ്പർ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ UHID കാർഡ് കിട്ടുന്നതാണ്. അപ്പോൾ ഈ സ്റ്റാളിൽ വരുന്നവരെല്ലാം അത് ഒരു പ്രയോജനപ്പെടുത്തുക. ആ സേവനം കാർഡ് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ്. കാർഡ് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓൺലൈനായിട്ട് അപ്പോയിൻമെൻറ്റ് എടുക്കാനൊക്കെ യൂസ് ചെയ്യാം. നേരിട്ട് ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ഈ കാർഡ് കാണിച്ചാൽ മതി. ഏത് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ചെന്നാലും ഈ കാർഡ് കാണിച്ചാൽ മതി. ഡ്രില്ലിംഗ് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ്. ബോർവെല്ല് കുഴൽക്കിണർ കുഴിക്കുന്ന ഒരു ഡ്രില്ലിംഗ് മെക്കാനിസമാണ് കാണിച്ചേക്കുന്നത്. അതിൻ്റെ ഓരോ പാർട്സ് ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഹെഡ് അസംബ്ലി, വാട്ടർ ചേമ്പർ, കണക്റ്റിംഗ് റോഡുകൾ. ഇതാണ് കണക്റ്റിംഗ് റോഡുകൾ. ഓരോ റോഡ് കണക്ട് ചെയ്ത് വെച്ചിട്ടാണ് ഡ്രിൽ ചെയ്യണത്. ഗ്രൗണ്ട് വാട്ടർ, ഇതൊക്കെ ഗ്രൗണ്ട് വാട്ടർ കുഴൽക്കിണർ ഒഴിക്കുന്നതും കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റ് ഉണ്ടെന്നൊക്കെ ഇപ്പോഴാണ് അറിയണത് ഇവിടെ വരുമ്പോൾ. അതായത് കേരളത്തിൽ ഇത്ര അധികം ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് എന്നുള്ളത് അറിയുന്നത് ഈ സ്റ്റാളിൽ വന്നിട്ടാണ്. ഇഷ്ടംപോലെ ഡിപ്പാർട്ട്മെന്റുകളാണ് കേരളത്തിലുള്ളത്, ഓരോ സേവനങ്ങൾക്കും ഇതൊക്കെ വേണ്ടിയിട്ട്. അതെല്ലാം നമുക്ക് പ്രയോജനപ്പെടുത്താവുന്നതാണ്. പക്ഷെ നമുക്കതൊന്നും കൂടുതൽ അറിവുകളില്ല. അതാണ് നമ്മുടെ ഒരു പ്രശ്നം. അപ്പോൾ ഇതുപോലുള്ള സ്റ്റാളുകൾ സന്ദർശിച്ചു കഴിഞ്ഞാൽ ഇതുപോലുള്ള അറിവുകൾ കിട്ടും എന്നുള്ളതാണ് ഒരു ഗുണം. സൗജന്യ കുടിവെള്ള പരിശോധന ഉണ്ട് കേട്ടോ. അതായത് നമ്മുടെ വീട്ടിലെ കിണറിലെ വെള്ളമായിട്ട് വന്നു കഴിഞ്ഞാൽ സൗജന്യമായിട്ട് പരിശോധിച്ച് തരും. ഇത് ഞാൻ പേപ്പറിൽ കണ്ടായിരുന്നു. ഇതുപോലെ സ്റ്റാളിൽ കേരള ഗവൺമെൻറ്റിന് 4ാം വാർഷികത്തോടനുബന്ധിച്ച് നടത്തുന്ന സ്റ്റാളുകളിൽ കൊണ്ടുവന്നാൽ ഫ്രീ ആയിട്ട് ടെസ്റ്റ് ചെയ്ത് തരും എന്നുള്ളത് ഞാൻ കേട്ടിരുന്നു. in actually water now 54 days. Yes sir. No people. Never create for drinking water. Never create for drinking water. Between 6.5 to 8.5. ഞങ്ങളെ മെയിനായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ യൂണിവേഴ്സിറ്റിയുടെ. കേരളത്തിലെ ഈ APJ അബ്ദുൽ കലാം ടെക്നോളജി യൂണിവേഴ്സിറ്റി തുടങ്ങിയപ്പോൾ ആദ്യത്തെ ബാച്ചായിരുന്നു ഞാൻ. അത്രയധികം പിള്ളേരെ ബുദ്ധിമുട്ടിച്ചാണ്. കുറേ പിള്ളേരുടെ ഭാവി തുലക്കുകയും അതുപോലെ ഞങ്ങളുടെ ബാച്ചിനെ അത്രയധികം ബുദ്ധിമുട്ടിക്കുകയും ചെയ്ത ഒരു യൂണിവേഴ്സിറ്റി. അവസാനം അതാണ് ഈ സ്റ്റാളിന് മുമ്പിൽ കുറച്ചേരം ഇങ്ങനെ നിൽക്കാൻ കാരണം. യൂണിവേഴ്സിറ്റികളുടെ സ്റ്റാളുകളാണ്. ഇപ്പോൾ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി, ഹയർ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, കേരള ഫിഷറീസ് യൂണിവേഴ്സിറ്റി, സ്റ്റാർട്ടപ്പ് മിഷൻ, കേരള സ്റ്റാർട്ടപ്പ് മിഷൻ. LSTD ലോക്കൽ സെൽഫ് ഗവൺമെന്റ് അതോറിറ്റികളുടെ
ഗൈസ് അപ്പോൾ അങ്ങനെ പരിപാടിയൊക്കെ കഴിഞ്ഞ് അപ്പോൾ ഇവിടെ അടിപൊളി ഗാനമേളയും പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. നമുക്ക് കാണാനുള്ള ടൈമില്ലാത്തതുകൊണ്ട് നമ്മൾ പോവാണ്. രാത്രി കുറച്ച് അധികം സമയമായി, സ്റ്റാളുകളൊക്കെ അടച്ചു തുടങ്ങി, എല്ലാവരും പോയി തുടങ്ങി. അപ്പോൾ നമ്മളും പോവുകയാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.